ഇന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവ് കാണുകയുണ്ടായി. പാസ്പോർട്ടും പൗരത്വ രേഖയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് എന്ത് രേഖയാണ് ഇവർ പൗരത്വമായിട്ട് അംഗീകരിക്കുക? വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല, ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അംഗീകരിക്കില്ല, ആധാർ ഉണ്ടെങ്കിൽ അംഗീകരിക്കില്ല. ഇത് ഏറ്റവും ഒടുവിലായിട്ട് സിറ്റിസൺഷിപ്പിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടുള്ള പാസ്പോർട്ട് പോലും പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കേന്ദ്ര സർക്കാർ, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓരോ സംസ്ഥാനങ്ങളിലെയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്കിഷ്ടമില്ലാത്ത ജനങ്ങളെയൊക്കെ ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റുക, അല്ലെങ്കിൽ അവർ ഇന്ത്യൻ പൗരത്വം ഉള്ള ആൾക്കാരല്ലാതാക്കി മാറ്റുക. ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് പാസ്പോർട്ട് പോലും. ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ എന്തെല്ലാം രേഖ നമ്മൾ സബ്മിറ്റ് ചെയ്യണം? പോലീസിൻ്റെ വെരിഫിക്കേഷൻ വരെ കഴിഞ്ഞിട്ടാണ് പാസ്പോർട്ട് കിട്ടുന്നത്. ആ ഒരു പാസ്പോർട്ട് ഇപ്പോൾ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമല്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഗതികേടെന്നല്ല എന്ത് പറയാനാണ്? ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ഈ സർക്കാരിനെ ഓർത്തു നമുക്ക് പരിതപിക്കാമെന്നുള്ളതല്ലാതെ യാതൊരു നിർവാഹവുമില്ല.